ഒരു ദിവസം കാട്ടിൽ ഇവന്റെയൊക്കെ ഒടുക്കത്തെ ഉറക്കോ ഉറങ്ങുമ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ല. ഇവന്റെയൊക്കെ ഉറക്കത്തിൽ മൂട്ട കടിച്ച് ചാവണം. ആരോടാ സൂത്ര ദേഷ്യം? ആ ഉറക്കക്കാരൻ കരടിയില്ലേ, അവന്റെ കാര്യമാ പറഞ്ഞത്. മൂപ്പര് ഗുഹയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ പാട്ട് പാടി അതിലൊന്ന് നടന്നു. അതിന് ആ കുംഭകർണൻ എന്നെ പറയാത്ത ചീത്തയില്ല. അതുവഴി പാട്ട് പാടി നടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് അവൻ. എൻ്റെ ഗുഹയിലേക്ക് പോകാനേ എളുപ്പവഴി അതിലെയാണെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നു അവൻ ഉറങ്ങുമ്പോൾ എളുപ്പവഴിക്ക് പോകണ്ട, വളഞ്ഞ വഴി പോയാൽ മതിയെന്ന്. ആഹാ, എന്നാൽ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കരുത് സൂത്ര. നമുക്ക് അത് തന്നെ ചെയ്യണം. ഏത്? നമുക്ക് വളഞ്ഞ വഴി തന്നെ പോവാം. അത് ശരി. ഞാൻ കരുതി താൻ അവനെ ഒതുക്കാൻ വഴി പറയുമെന്ന്. എന്താടേ താൻ ഡയലോഗൊന്നും പറയാത്തത്? ഞാൻ ചിന്തിക്കുക. താൻ പറഞ്ഞ പോലെ നമ്മളൊരു വളഞ്ഞ വഴിക്ക് പോകുന്നു, ശരിക്കും വളഞ്ഞ് പുളഞ്ഞ വഴി. അവൻ്റെ ഉറക്കം നമുക്കിന്ന് തീർക്കണം. സൂത്രം റെഡി. ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് കൊച്ചുകല്ല്, കുറച്ച് വള്ളി, ഒരു പഴം, 4-5 എലികൾ, ഒരു കൂർത്ത കമ്പ്, ഒരു കുല മാങ്ങ, ഒരു പലക, ഒരു വലിയ പാത്രം, വെള്ളം, പിന്നെ കുറച്ച് വള്ളി. മതി. ഒന്നും മനസ്സിലായില്ല സൂത്ര. അതാണ് വളഞ്ഞ വഴി എന്ന് ഞാൻ പറഞ്ഞത്. കാണിച്ചു തരാം. പാട്ട് പഠിക്കുമോ? സംഭവം റെഡി. ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല സൂത്ര. വിശദീകരിച്ച് തരാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് ഈ കല്ല് ഇതുവഴി ഉരുട്ടിയിടുക. കല്ല് ഉരുണ്ട് ചെന്ന് എലിമാളത്തിൽ കയറും. അന്നേരം എലികൾ പുറത്ത് കാണും. അപ്പോഴാണ് അവർ തൊട്ടപ്പുറത്ത് ആ പഴം കാണുന്നത്. കൊതിയന്മാർ വേഗം പഴം കടിച്ചു മുറിക്കും. പഴം മുറിയും, ഒപ്പം വള്ളിയും. ആ വള്ളി കൊണ്ട് വലിച്ചു കെട്ടിയ മുള വള്ളി പൊട്ടുമ്പോൾ നിവരും. മുളയുടെ അറ്റത്ത് കെട്ടിയ കൂർത്ത കമ്പ് അപ്പുറത്ത് നിൽക്കുന്ന മാവിലെ മാങ്ങാക്കൊല്ലി ചെന്ന് തറയ്ക്കും. മാങ്ങ വീഴും. മാങ്ങ വീഴുന്നത് നമ്മൾ പ്രത്യേകം തയ്യാറാക്കി വെച്ച പലകയിലാണ്. പലക ചെരിഞ്ഞ് വീഴും. പലകയുടെ അറ്റത്ത് വള്ളി വലിയും. വള്ളി വലിയുമ്പോൾ വള്ളിയുടെ അറ്റത്ത് വലിയ പാത്രം ചെരിയും. പാത്രത്തിലെ വെള്ളം താഴെ പ്ലും. അതിനിടെ മാങ്ങ താഴേക്ക് ഉരുണ്ടുരുണ്ട് ഉറക്കക്കാരൻ കരടിയുടെ ഗുഹയിലെ മരവാതിലിൽ ചെന്ന് തട്ടും. ഡും ഡും ഡും. മുട്ടുന്ന ഒച്ച കേട്ട് കരടിച്ചാർ വാതിൽ തുറക്കും. ആരാ? അപ്പോഴേക്കും പാത്രത്തിൽ വീണ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ടാവും. അയ്യോ, ഉറക്കക്കാരന് ഗുഹയിൽ വെള്ളത്തിൽ താൻ ഡയലോഗൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ ചിന്തിക്കുകയാ, എനിക്കൊരു സംശയം, ഇതൊക്കെ നടക്കുമോ എന്ന്. അതെന്തോ അങ്ങനെ തോന്നാണ്? ഒരൊറ്റ കാര്യത്തിലെ സംശയം. ഞാൻ ദാ വരുന്നു. ആ സംശയം ഒന്ന് തീർത്തിട്ട് വരാം. ഞാൻ വരണോ? വേണ്ട. ശരി, കുളമാക്കുമോ? കൂടെ പോകാമായിരുന്നു. സംശയം തീർന്നു, സംഗതി നടക്കും. തനിക്കിത് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മാങ്ങ വാതിൽ തട്ടിയാൽ പുള്ളി ഉണരുമോ എന്നായിരുന്നു എൻ്റെ സംശയം. ഉണരും. ഞാൻ നോക്കി. താൻ നോക്കിയെന്നോ? എങ്ങനെ നോക്കി? ഞാൻ ആ മാങ്ങ പറിച്ച് ഗുഹയിലേക്ക് ഉറ്റുകിട്ട് നോക്കി. മണ്ടാ മണ്ടാ. അത് നീയായിരുന്നോ? ഉറക്കം കളയാൻ വന്നോളും ഓരോരോ ശല്യങ്ങൾ. വിഷമിക്കാതെ സൂത്ര, ആ മാവിൽ അടുത്ത കൊല്ലം വേറെ മാങ്ങയുണ്ടാകും.